ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്നാണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഇടയ്ക്ക് നമ്മൾ അമെൻമെൻറ്റ് ചെയ്യാറുണ്ട്, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ. സോ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ദെൻ ഇലക്ഷൻ ഓഫ് രാജ്യസഭ മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ പ്രോസസ്സ്, ഇലക്ഷൻ ഓഫ് രാജ്യസഭ മെമ്പേഴ്സ്, ഇത് രണ്ടും നമ്മൾ ഇലക്ഷൻ ഓഫ് രാജ്യസഭ, ഇത് രണ്ടും നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമ്മൾ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള നമ്മുടെ ബോറോഡ് കോൺസെപ്റ്റ്സ് ആണ്. എന്തൊക്കെ? അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, പിന്നെ അതുപോലെ എന്താണ് ഇലക്ഷൻ ഓഫ് രാജ്യസഭ മെമ്പേഴ്സ്. ഇത് രണ്ടുമാണ് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് നോക്കാം. ഫ്രാൻസ്. ഓക്കെ, നമ്മുടെ പ്രിയാമ്പിളിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. ഇത് മൂന്നും, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ഈ മൂന്ന് കോൺസെപ്റ്റുകളും നമ്മുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ 3 പോയിന്റ്സും ഈ കോൺസെപ്റ്റുകൾ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. എന്തൊക്കെയാണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ഈ 3 കോൺസെപ്റ്റ്സുമാണ് നമ്മൾ ഫ്രാൻസിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ളത്. ഇത് എവിടെയാണ് മെൻഷൻ ചെയ്തിട്ടിരിക്കുന്നത്? നമ്മുടെ പ്രിയാമ്പിളിലാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമ്മൾ എന്തൊക്കെ കോൺസെപ്റ്റ് ആണ് കാനഡയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത് നോക്കാം. കാനഡയിൽ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് ഒന്ന് കോസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്. നമുക്കറിയാം നമ്മുടെ പവേഴ്സ്, നമ്മൾ സെൻട്രും സ്റ്റേറ്റുമായിട്ടാണ് നമ്മുടെ പവേഴ്സ് ഷെയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കോസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്, കോസി ഫെഡറൽ ഗവൺമെൻറ്, ഈ കോൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്ന കാനഡയിൽ നിന്നാണ്. മറ്റൊന്ന് എന്താണ്? യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. നേരത്തെ നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റ് പറഞ്ഞു, ഇത് യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്, ഈ 2 കോൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമ്മൾ കാനഡയിൽ നിന്നാണ് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ കടമെടുത്തിരിക്കുന്നത്. കോസി ഫെഡറൽ ഗവൺമെൻറ്, നമ്മളെ ഗവൺമെൻറ് ഒരു കോസി ഫെഡറൽ ഗവൺമെൻറ് ആണ്. ഈ കോൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. സെക്കൻഡ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്ത കോൺസെപ്റ്റുകളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പ്രിയാമ്പിൾ, പിന്നെ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ്, പിന്നെ എന്താണ് ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡൻറ്റ്. പിന്നെ നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത കോൺസെപ്റ്റുകളാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ പാർലമെൻ്ററി ഫോം, മറ്റൊന്ന് എന്താണ് റിട്ടുകൾ, പിന്നെ ഓഫീസ് ഓഫ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസ്, അതിൻ്റെ ഫങ്ഷൻസും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും. ആ കോൺസെപ്റ്റുകൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നിട്ടാണ്? ബ്രിട്ടനിൽ നിന്നാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, നമ്മൾ പറഞ്ഞു ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അതുപോലെ സ്പീക്കർ, ഈ കോൺസെപ്റ്റുകളാണ് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. നിങ്ങൾ കൂടെ തന്നെ പഠിച്ചു പോവുക കേട്ടോ. മറ്റ് അയർലാൻഡിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മൾ DPSP എന്ന് എഴുതിയില്ലേ, ഒന്ന് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, മറ്റൊന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പിന്നെ എന്താണ് നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന് ഓസ്ട്രേലിയ നമ്മൾ കടമെടുത്തിരിക്കുന്നത് കൺകറൻറ്റ് ലിസ്റ്റ്, അതുപോലെ പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സെറ്റിംഗ്, ഇത് രണ്ടുമാണ്. പിന്നെ റഷ്യയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമല്ല, നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും പിന്നെ അതുപോലെ 5 ഇയർ പ്ലാനിങ്ങുമാണ് നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? റഷ്യയിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രാൻസിൽ നിന്നാണ് നമ്മുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്യുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. ഈ 3 കോൺസെപ്റ്റുകളും നമ്മൾ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? നമ്മൾ ഫ്രാൻസിൽ നിന്നാണ്. മറ്റൊന്ന് കാനഡയാണ്. കാനഡയിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് കോസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്റും, മറ്റൊന്ന് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റുമാണ്. ഇനി മറ്റൊന്ന് സൗത്ത് ആഫ്രിക്കയാണ് പിന്നെ പറഞ്ഞത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, മറ്റൊന്ന് രാജ്യസഭാ മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ. ഇതുമാണ് നമ്മൾ എവിടുന്ന് ബോറോ ചെയ്തിരിക്കുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബോറോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് അയർലാൻഡിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്.
ഓക്കെ, അയർലാൻഡിൽ നിന്ന് നമ്മൾ അയർലാൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ഒന്ന് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. നമുക്കറിയാം ഇലക്ട്രോൾ കോളേജാണ് പ്രസിഡന്റ് ഇലക്ഷൻ എന്താണ് പ്രോസസ്സ് ഇലക്ട്രോൾ കോളേജ് പ്രോസസ്സാണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. പിന്നെ അടുത്തത് DPSP, that is Directive Principles of State Policy. Directive Principles of State Policy എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ്. ദെൻ 3 നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. നോമിനേഷൻ ഓഫ് നമുക്കറിയാം രാജ്യസഭയിലേക്ക് നമ്മൾ ആർട്സ് അല്ലെങ്കിൽ എന്താണ് ടെക്നോളജി അല്ലെങ്കിൽ സയൻറ്റിഫിക് ഇന്നോവേഷൻസ് നടത്തിയ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ നോമിനേറ്റ് ചെയ്യാറുണ്ട്. ലൈക്ക് സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഏരിയയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള മികവ് ഉള്ള ആളുകളെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ആ കോൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമ്മൾ അയർലാൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. ഓക്കെ, സോ നമ്മൾ അയർലാൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കോൺസെപ്റ്റാണ്. ഒന്നാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ പ്രോസസ്സ് നടത്തുന്ന ഇലക്ട്രോൾ കോളേജാണ് ആ പ്രോസസ്സ്. അപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആ കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന അയർലാൻഡിൽ നിന്നാണ്. ദെൻ DPSP, ദാറ്റ് ഇസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആ കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. ദെൻ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, അതായത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാം ഇന്ത്യയിലെ ഏതെങ്കിലും മേഖലയിൽ. അപ്പോൾ അബ്ദുൽ കലാം ഒക്കെ രാജ്യസഭയിലേക്ക് അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി സച്ചിൻ ടെണ്ടുൽക്കർ, സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര്, കേരളത്തിൽ നിന്നാണെങ്കിൽ സുരേഷ് ഗോപി. അപ്പോൾ അങ്ങനെയുള്ള നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, അങ്ങനെ നോമിനേറ്റ് ചെയ്യാം ഏതെങ്കിലും ഏരിയയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ എന്ന്. അത് ഏത് കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? അയർലാൻഡിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെ കോൺസെപ്റ്റാണ് നമ്മൾ കടമെടുത്തതെന്നാണ്. ഓക്കെ, ഒന്ന് കൺകറന്റ് ലിസ്റ്റ്. ആദ്യത്തെ എന്താണ്? കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. മറ്റൊന്ന് ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ്, അതായത് ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, അത് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, ദെൻ ഓക്കെ, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ഒന്ന് കൺകറന്റ് ലിസ്റ്റ്, ഇതിന് എന്താണ് രണ്ടാമത്തെ എന്താണ്? ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്. ഒന്ന് എന്താണ്? കൺകറന്റ് ലിസ്റ്റ്, മറ്റൊന്ന് ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്. ഇത് രണ്ടുമാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്ത പ്രധാനപ്പെട്ട ആശയം. ഇനി അടുത്തത് റഷ്യയിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങളാണ്. റഷ്യ, ദ ഫസ്റ്റ് വൺ ഈസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഒന്നാമത്തെ കാര്യം ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. നമുക്ക് അതുപോലെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ തന്നെ നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന നമുക്ക് മൗലിക അവകാശങ്ങൾ തരുന്നതിനൊപ്പം തന്നെ എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്? നമുക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസും കൂടെ ഉണ്ട്. അപ്പം ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതിനെക്കുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭരണഘടനയിലേക്ക് നമ്മൾ എടുത്തത് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ മറ്റൊന്ന് 5 ഇയർ പ്ലാനിങ്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളി ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? 5 ഇയർ പ്ലാനിങ്ങിലോട് കൂടിയിട്ടുള്ള. അപ്പം 5 ഇയർ പ്ലാനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? നമ്മൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് 5 ഇയർ പ്ലാനിങ്. അപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റാണ്. ഒന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ എടുത്തിരിക്കുന്ന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. റഷ്യയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും പിന്നെ എന്താണ്? 5 ഇയർ പ്ലാനിങ്ങുമാണ്. എന്തൊക്കെയാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും പിന്നെ 5 ഇയർ പ്ലാനിങ്ങുമാണ് നമ്മൾ റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ളത്.